വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രൊമോയിലാണെങ്കിൽ വിഷ്ണു അങ്ങനെ ആകെ വന്ന് ബഹളമുണ്ടാക്കുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്കങ്ങ് ഒരുപാട് സങ്കടം തോന്നുകയാണ്. കുഞ്ഞേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയതിൽ തനിക്ക് തന്നെയാണ് ഏറ്റവും വലിയ പങ്ക് എന്നുള്ളതൊക്കെ ശ്യാമ അവിടെ ഓർത്ത് അങ്ങനെ വിഷമിക്കുന്നു. വിഷ്ണു ഇങ്ങനെ വരുന്നതും വിഷ്ണുവിനും ജീവിതമില്ലാതായിപ്പോയി ആ ഒരു അവസ്ഥയിൽ ശ്യാമ ഒരുപാടേറെ സങ്കടപ്പെടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശ്യാമ ആണെങ്കിൽ അവിടെ ഇരുന്ന് ആ മുകളിലത്തെ ആ ഹാളിലിരുന്ന് തന്നെ ഇരുന്നോണ്ട് തറയിലിരുന്നു കൊണ്ട് ആ സെറ്റിയിലേക്ക് ടീപ്പോയുടെ മുഖത്തേക്ക് പേപ്പർ വെച്ച് ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്നോണം എഴുതുകയാണ്. ഇത്രയും നാൾ ഞാൻ മറച്ചു വെച്ചിരുന്ന ഒരു സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ശ്യാമ എങ്ങോട്ട് എഴുതി തുടങ്ങുന്നുണ്ട്. സങ്കടത്തോടെയൊക്കെയാണ് എഴുതി തുടങ്ങുന്നത്. പപ്പി എൻ്റെ മോളല്ല എന്നിങ്ങനെ പറഞ്ഞ് ആ 2 ഡയലോഗുകളാണ് കാണിക്കുന്നത്. അതിനുശേഷം അത് മൊത്തം എഴുതി കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ വായിച്ചിട്ട് അതൊക്കെ ചേർത്ത് പിടിച്ച് ശ്യാമ ഒരുപാട് നേരം അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവിടെ ശാരദാമ്മയുടെ വീട്ടിലാണെങ്കിൽ ശാലിനി ഇങ്ങനെ ആകെ ആ സത്യമാണെങ്കിൽ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നല്ലോ, അച്ഛൻ വരാതെ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം സത്യം പറയാനായിട്ട് വീണ്ടും ശാരദാമ്മ അങ്ങോട്ട് പറയുകയാണ്, സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും, അതെല്ലാവരും അറിയുക തന്നെ ചെയ്യും എന്നിങ്ങനെ ശാരദാമ്മ ശാലിനിയോട് പറയുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇവിടെയാണെങ്കിൽ ശ്യാമ ഇങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച ശേഷം അവിടെ സത്യഭാമയുടെ വീടിൻ്റെ തന്നെ മുകളിലത്തെ മട്ടുപ്പാവിൽ നിന്നും താഴേക്ക് ഇങ്ങനെ ചാടുകയാണ്. അങ്ങനെ താഴേക്ക് ചാടുമ്പോൾ താഴെ വന്ന് വീഴുന്നുണ്ട്. അന്നേരം പിള്ളയാണെന്ന് തോന്നുന്നു ഓടി വരുന്ന ഒരാളിനെയും കാണിക്കുന്നുണ്ട്. അതിനുശേഷം സത്യഭാമയും രോഹിത്തും ഒക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. ഭാമയാണെങ്കിൽ പഴയ ആഡംബരമൊന്നും ഇല്ലാതെ ഒരു സാധാ ഒരു സ്ത്രീ വലിയ ആഭരണമോ അങ്ങനെയൊന്നും ഇല്ലാതെ സാധാ ഒരു വീട്ടമ്മയെ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുസ്മിതയാണെങ്കിൽ രോഹിത്തിനോട് സംസാരിക്കുന്നതാണ്. അതൊരു ഗോഡൗൺ എന്ന പോലെ ഒരു സ്ഥലം വെച്ചാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിലും സുസ്മിത രോഹിത്തിനോട് പറയുകയാണ്, പിന്നെ സത്യഭാമയാണെങ്കിൽ നിന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച് കൂടെ നിർത്തിയത് എന്തിനാണെന്ന് നിനക്കറിയാമോ? നിൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ ഒരു അറിയാത്ത കഥയുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ സുസ്മിത എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സത്യഭാമയുടെ വണ്ടി ഇടിച്ചാണ് അന്ന് പത്മാവതി വീണതല്ലോ, അതിനുശേഷം ആ വണ്ടിയിലാണ് കൊണ്ടുപോയതല്ലോ, അതൊന്നും രോഹിത്തിന് അറിയില്ല. ഏതോ ഒരു വണ്ടി തട്ടി എന്നുള്ളതേ രോഹിത്തിന് അറിയത്തുള്ളൂ. പക്ഷേ സത്യഭാമയുടെ വണ്ടിയാണ് തട്ടിയെന്ന് രോഹിത്തിന് അറിയില്ല. ആ ഒരു സംഭവമായി സുസ്മിത അവിടെ രോഹിത്തിനോട് പറയുന്നത്. അപ്പോൾ സത്യഭാമയോട് രോഹിത്തിന് എന്തെങ്കിലും വാശി തോന്നാനോ അങ്ങനെയൊക്കെ ആയിരിക്കാം സുസ്മിതയുടെ ശ്രമവും അവിടെ. ഇത്രയുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. പിന്നീട് ശാലിനി ഇങ്ങനെ ആകെ അന്തം വിട്ട് ഇങ്ങനെ വീർത്ത് കുളിച്ചിരിക്കുന്ന സീനും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമേനെ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് ശാലിനി സ്വപ്നം കാണുന്നതാണോ അങ്ങനെ കാണിക്കുന്നില്ല. പക്ഷെ എന്തായാലും റീമേക്കിലാണെങ്കിൽ ഇങ്ങനെ കത്തെഴുതി വച്ചിട്ട് ശ്യാമ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ലെറ്റർ വായിക്കുന്നത് സത്യഭാമ മാത്രമാണ് ലെറ്റർ വായിക്കുന്നത്, വേറെ ആരും വായിക്കില്ല. അങ്ങനെയാണ് സത്യഭാമയ്ക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ബാക്കി സത്യഭാമ ആ ഡോക്ടറിൽ നിന്നുമൊക്കെ പോയി ചോദിക്കുന്നതൊക്കെയുമാണ്. പക്ഷേ അതിനോടകം തന്നെ ഇവിടെ പകുതി കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ സത്യഭാമയ്ക്ക് തൻ്റെ ആ വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടുന്ന ആ ഒരു സീൻ വരികയാണ്. വിഷ്ണുവിനും രാഘവൻ നായർക്കും സത്യഭാമയ്ക്കും അവിടെ നിന്ന് ഇറങ്ങേണ്ട സീൻ വരും. രോഹിത്തിനും ശ്യാമയ്ക്കും ഇറങ്ങേണ്ടി വരില്ല. കാരണം രോഹിത്തിൻ്റെ പേരിലാണ് കരാർ ഏറ്റെടുത്തത്. ഭാമയുടെ സ്വത്തുക്കളൊക്കെ പോകും. പക്ഷേ രോഹിത്തിന് എന്തോ അതിൽ കിട്ടുക, അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. അങ്ങനെയാണ് വരുന്നത്. എന്തായാലും ഇങ്ങനെ ശ്യാമ ആത്മഹത്യ ചെയ്യുന്നതായിട്ടും ലെറ്റർ എഴുതി വയ്ക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്യഭാമ സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡുകൾ തന്നെയാണ് അതിലൊക്കെ കാണിക്കുന്നതും വരുന്നതുമൊക്കെ. ശ്യാമ ഇങ്ങനെ ആത്മഹത്യക്കുറിപ്പ് എഴുതുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ആ ശാലിനി പ്രസവിച്ചതും ആ കുഞ്ഞുങ്ങളെ മാറ്റുന്നതും ആ ഒരു സീനുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനി എപ്പിസോഡ് വന്നാലേ അറിയത്തുള്ളൂ ഇതിനി ശാലിനി കാണുന്ന സ്വപ്നമാണോ എന്താണ് എന്നുള്ളതും. പക്ഷേ ശാലിനി ഇങ്ങനെ പേടിച്ച് ഇരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം എന്തായാലും ശ്യാമ ആ ഒരു വിഷ്ണുവിൻ്റെ സങ്കടത്തിന് ശേഷം ശാലിനി കണ്ട സ്വപ്നമായാലും അത് ഫലിക്കുക തന്നെ ചെയ്യും. ശാലിനിയെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ശ്യാമ അങ്ങനെ വീട് വിട്ട് ഇറങ്ങി പോകുന്നതുമൊക്കെ. എന്തായാലും അടുത്ത എപ്പിസോഡുകൾ തന്നെ സത്യഭാമ സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡുകൾ തന്നെയാണ്. സത്യയും പപ്പിയും വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മക്കളാണ് എന്നുള്ളത് അറിയും അവിടെ. പിന്നീടാണ് ശാരദാമ്മ വിഷ്ണുവിനോട് പറയുന്ന എപ്പിസോഡുകളൊക്കെ. അതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡുകൾ വരുമ്പോഴത്തേക്ക് കാണാം. ഓക്കെ, താങ്ക്